الحمد لله رب العالمين نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, സൃഷ്ടാവായ റബ്ബിൻ്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും യഥാവിധി സൂക്ഷിച്ചും പാലിച്ചും അള്ളാഹുവിനെ ഏറെ ഭയപ്പെട്ട് തഖ്വയോടുകൂടെ ജീവിക്കണമേ എന്ന് ഏറെ ഗൗരവത്തോടുകൂടെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആല കാലങ്ങളെ 12 മാസങ്ങളായി നിശ്ചയിക്കുകയും അക്കൂട്ടത്തിൽ 4 മാസങ്ങളെ പവിത്രമായ 4 മാസങ്ങളായി പരിചയപ്പെടുത്തുകയും ചെയ്തത് പ്രമാണങ്ങളിൽ പരിശുദ്ധ ഖുർആനിലും തിരു ഹദീസുകളിൽ നിന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അക്കൂട്ടത്തിൽ പവിത്രമായ മാസങ്ങളുടെ കൂട്ടത്തിലെ ഒരു മാസമാണ് ഷഹ്റു റജബ് മാസം എന്ന് പറയുന്നത്. ആ റജബ് അവസാനിച്ചു കൊണ്ടേയിരിക്കുകയാണ്, അതിൻ്റെ ഏറ്റവും അവസാനത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. റജബ് 26 27 ദിവസമാണ് ഇന്ന്. പവിത്രമായ മാസങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും പരമാവധി സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുകയും തിന്മയിൽ നിന്ന് പരിപൂർണമായി മുട്ടുനിൽക്കുകയും ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പവിത്രമായ മാസങ്ങളെ പരിഗണിക്കുമ്പോൾ ചെയ്യാനുള്ളത്. ആ രൂപത്തിൽ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുവാനും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുവാനും ഏത് സമയത്തും ജാഗ്രത കാണിക്കണം എന്നതുപോലെ പ്രത്യേകിച്ച് ഈ മാസങ്ങളിലൊക്കെ കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. ഈ സമയത്ത് ഈ മാസത്തെക്കുറിച്ച് സൂചിപ്പിക്കുവാനുള്ള കാരണം, നമ്മുടെ നാടുകളിൽ പ്രത്യേകിച്ച് മുസ്ലിം സമുദായങ്ങളിൽ റജബ് മാസത്തിന്റെ അവസാനത്തിൽ പ്രത്യേകമായിരിക്കുന്ന ചില ബിദ്അത്തുകൾ കടന്നു വരാനുള്ള സാധ്യതയുള്ള അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദിവസമാണ് ഇന്നിന്റെ രാവും നാളെയുടെ പകലും ഒക്കെയുള്ളത്. അഥവാ മെഹറാജിന്റെ രാത്രിയായി പരിഗണിക്കുന്ന ഒരു ദിവസമാണ് റജബ് 26 രാത്രി, റജബ് 27 ആ ദിവസം എന്ന് പരിഗണിച്ചുകൊണ്ട് നോമ്പനട്ടിക്കൊക്കെ ചെയ്യുന്ന പ്രവണത പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിനെ പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
സുന്നത്തിന് അനുധാപനം ചെയ്തുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന വിശ്വാസികൾ എന്നുള്ള നിലക്ക് ചില കാര്യങ്ങൾ ഈ ദിവസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ ഇന്ന് നാടിൽ നടമാടുന്നത് പോലെ അല്ലെങ്കിൽ നിർവഹിക്കപ്പെടുന്നത് പോലെയുള്ള പ്രത്യേകമായിരിക്കുന്ന ഏതെങ്കിലും കർമ്മങ്ങൾ റജബ് 27 ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ മിഅ്റാജിന്റെ രാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നില്ല. നമുക്കറിയാം, ഇസ്ലാമിന്റെ ഏതൊരു കാര്യവും സ്ഥിരപ്പെടണമെന്നുണ്ടെങ്കിൽ പ്രമാണങ്ങളിൽ അതുണ്ടായിരിക്കണം. അഥവാ പരിശുദ്ധ ഖുർആനിലോ സ്വഹീഹായിരിക്കുന്ന ഹദീസിലോ വന്ന കാര്യങ്ങളെയാണ് പ്രമാണമായി പരിഗണിച്ചുകൊണ്ട് വിശ്വാസികൾ വിശ്വസിക്കുകയും ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യേണ്ടത് എന്ന്. അതല്ലാത്തതെല്ലാം തന്നെ ബിദ്അത്താണ്. ശരിയായിക്കൂടെ, നല്ലതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് നിർവഹിക്കാൻ പറ്റുന്നതല്ല എന്നർത്ഥം. കാരണം നല്ലതായിരുന്നുവെങ്കിൽ നമ്മുടെ മുൻഗാമികളായ ആളുകൾ, പ്രത്യേകിച്ച് ആരംഭ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകന്റെ സുന്നത്തുകളെ ഒരൽപ്പം പോലും അണുകട വിട്ടുകൊടുക്കാതെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ജാഗ്രതയോടുകൂടെ ജീവിച്ചവരായിരുന്നു പ്രവാചകന്റെ അനുചരന്മാരായിരിക്കുന്ന സഹാബത്ത്. അവരെ തുടർന്ന് വന്നിരിക്കുന്ന താബീങ്ങളും തബഉ താബീങ്ങളും ഇതുപോലെ തന്നെയാണ്. ഇവരുടെയൊന്നും കാലത്തില്ലാത്ത വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നന്മയാണെന്ന് വിചാരിച്ചുകൊണ്ട് നിർവഹിക്കാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല, പാടില്ലാത്തതാണ്. അതിനെയാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. പലപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗൗരവത്തോടുകൂടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ബിദ്അത്തുകളെ സൂക്ഷിക്കണം. കാരണം ബിദ്അത്തുകളെല്ലാം അത് നരകത്തിലേക്ക് എത്തിക്കുന്നതാണ് എന്ന് ഖുതുബകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയൊക്കെ നിരന്തരമായി കേൾക്കുന്നതാണ്. പ്രിയപ്പെട്ടവരതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന പുണ്യകർമ്മങ്ങൾ തന്നെ ഒരുപാടുണ്ട്. സുന്നത്തായിരിക്കും നിസ്കാരങ്ങൾ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ പുലർത്തി പോരേണ്ടുന്ന ഒരുപാട് പ്രതിഫലം അർഹിക്കപ്പെടുന്ന ഒരുപാട് സുന്നത്തായിരിക്കുന്ന നിസ്കാരങ്ങളുണ്ട്. സുന്നത്തായിരിക്കുന്ന ഒരുപാട് നോമ്പുകളുണ്ട്. ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്ന ഒരുപാട് ദിക്റുകളും ദുആകളും ഒക്കെയുണ്ട്. പലപ്പോഴും ഇത്തരം കാര്യങ്ങളിലൊന്നും സൂക്ഷ്മത കാണിക്കാതെയാണ് പലപ്പോഴും ഇസ്ലാം പഠിപ്പിക്കപ്പെടാത്ത ഇത്തരം നോമ്പുകളിലേക്കും നിസ്കാരങ്ങളിലേക്കും ദിക്റുകളിലേക്കും ഒക്കെ അതിന്റെ മഹത്വങ്ങൾ ആരോ പറഞ്ഞ് പുകഴ്ത്തി വാഴ്ത്തിപ്പാടിയതിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ, പ്രവാചകന്റെ സുന്നത്തനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി അനുഷ്ഠിക്കേണ്ടതായിരിക്കുന്ന ഒന്നുമില്ല എന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കത്തിൽ മനസ്സിലാക്കുക. എന്നാൽ ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാ മിഅ്റാജ് ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആ ചരിത്രത്തിൽ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാന്ദർഭികമായിരിക്കുന്ന ചിന്ത വരുന്നൊരു സമയം എന്നുള്ള നിലക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകത്വം കിട്ടിയതിനു ശേഷം 13 വർഷക്കാലം മക്കയിൽ പ്രബോധന പ്രവർത്തനങ്ങളുമായി കഴിച്ചുകൂട്ടുകയുണ്ടായി. സത്യസന്ദേശം തൗഹീദിന്റേതായിരിക്കുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോ സ്വന്തം കുടുംബത്തിൽ നിന്നും നാട്ടുകാരിൽ നിന്നും കഠിനമായിരിക്കുന്ന രൂപത്തിലുള്ള പ്രയാസങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും പ്രവാചകനിൽ വിശ്വസിച്ച സഹാബത്തിനും ഏൽക്കേണ്ടി വന്നു. അതുവരെ അൽ അമീനായി വാഴ്ത്തപ്പെട്ട ആദരണീയനായി കരുതപ്പെടുന്ന ആ പ്രവാചകൻ 40 വയസ്സായതിനു ശേഷം പിന്നീട് കള്ളനും കൊള്ളരുതാത്തവനും അതുപോലെ തന്നെ പ്രശ്നമുണ്ടാക്കുന്നവനും ഭിന്നിപ്പുണ്ടാക്കുന്നവനും ഒക്കെയായി ചിത്രീകരിക്കപ്പെടുകയും ശാരീരികമായിരിക്കുന്ന രൂപത്തിൽ മർദ്ദിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയുണ്ടായി. ഒരു വേള അദ്ദേഹത്തിന്റെ പിതൃവനായിരിക്കുന്ന അബൂ ത്വാലിബും അദ്ദേഹത്തിന്റെ ഭാര്യയായിരിക്കുന്ന ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു തആല അൻഹയുവിന്റെയും തണലിൽ ഒരാശ്വാസം അവരുടെ മരണം വരെയും അവർക്ക് ഉണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു. ആ രൂപത്തിൽ നേരിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കായികമായി മർദ്ദിക്കാൻ അവിടെ ഉണ്ടായത് ഖുറൈശികൾ തെല്ലൊന്ന് മടി കാണിച്ചിരുന്ന ഒരു കാലമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനും ഭാര്യയും ഉണ്ടായിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത്. നുബുവത്തിന്റെ 8ാമത്തെ വർഷത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ രണ്ടാളുകളെയും ഒരേ വർഷത്തിൽ നഷ്ടപ്പെടുകയാണ്. അഥവാ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട, തനിക്ക് താങ്ങും തണലുമായിരുന്ന ഭാര്യയും അതുപോലെ തന്നെ പിതൃവ്യനും മരണപ്പെടുകയുണ്ടായി. ആമുൽ ഉസ്ൻ എന്ന് ചരിത്രം ആ വർഷത്തെ വിശേഷിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ദുഃഖവർഷം എന്നാണ്. അഥവാ സംരക്ഷകരായിട്ടുള്ള തന്റെ പിതൃവ്യനും തന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകൾ ആദരിച്ചിരുന്ന ഖദീജ റളിയല്ലാഹു തആല അൻഹയുവിന്റെയും സംരക്ഷണം നഷ്ടപ്പെട്ടു പോവുകയും ശത്രുക്കൾ ഈ അവസരം മുതലെടുത്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശാരീരികമായും മാനസികമായും പ്രയാസപ്പെടുത്താൻ വേണ്ടി കഠിനമായിരിക്കുന്ന പരിശ്രമം നടത്തുകയും ചെയ്തിരുന്ന, അതിന് തുടക്കം കുറിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഗത്യന്തരമില്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതീക്ഷയോടുകൂടെ തന്റെ കുടുംബക്കാരായ മാതാവിന്റെ കുടുംബക്കാർ താമസിക്കുന്ന തായിഫിലേക്ക് ഒരു യാത്ര നടത്തുന്നത് പലപ്പോഴും നമുക്കൊക്കെ അതറിയാം. പ്രതീക്ഷയോടുകൂടെ തന്റെ അമ്മാവന്മാരായിരിക്കുന്ന ആളുകളൊക്കെ ഉള്ളവരാണ്, സംരക്ഷണം നൽകും
തന്റെ ആദർശത്തെ സ്വീകരിക്കും എന്ന വലിയ പ്രതീക്ഷയോടുകൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിലേക്ക് യാത്ര നടത്തുന്നുണ്ട്. ത്വായിഫിൽ എത്തിയതിനു ശേഷം പ്രവാചകൻ പ്രതീക്ഷിച്ചതുപോലെയായിരുന്നില്ല. കാരണം ഗൈബ് അറിയാത്ത പ്രവാചകനാണ്, ഭാവി അറിയാത്ത പ്രവാചകനാണ്. വലിയ പ്രതീക്ഷയോടുകൂടെ കടന്നു ചെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഏറ്റവും മൃഗീയമായിരിക്കുന്ന രൂപത്തിൽ, അങ്ങേയറ്റത്തെ മ്ലേച്ഛമായിരിക്കുന്ന രീതിയിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കുകയും അദ്ദേഹത്തിന്റെ പൂമേനിയിൽ കഠിനമായിരിക്കുന്ന മുറിവേൽപ്പിക്കുന്ന രൂപത്തിൽ കല്ലെറിഞ്ഞുകൊണ്ട് അവിടുത്തെ അങ്ങാടിപ്പിള്ളേരെ വിട്ടുകൊണ്ട് മർദ്ദിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപിച്ചുകൊണ്ട് മലകളുടെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്ന മലയുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മലക്ക് എന്നിട്ട് പറയുന്നുണ്ട്, പ്രവാചകരെ, താങ്കൾ ഉദ്ദേശിക്കേണ്ട ഈ സമൂഹത്തിനെ ഞാൻ നശിപ്പിക്കാം, അള്ളാഹുവിന്റെ ഓർഡർ ഉണ്ട് എന്ന്. കാരുണ്യവാനായിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വേണ്ട, അവരുടെ പിൻതലമുറക്കാരായിരിക്കുന്ന ആളുകൾ ഒരുപക്ഷെ നന്നായേക്കാമെന്ന് കാരുണ്യത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു കാലഘട്ടമുണ്ട്. സഹോദരങ്ങളെ, അതിനുശേഷം ത്വായിഫിൽ നിന്നും മടങ്ങി വരുന്നുണ്ട്. മടങ്ങി വന്നപ്പം അന്യന്റെ സംരക്ഷണത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും മക്കയിലെത്തിയപ്പോൾ അങ്ങേയറ്റത്തെ അപമാനകരമായിരിക്കുന്ന രൂപത്തിലുള്ള പ്രവണതയാണ് അല്ലെങ്കിൽ പ്രവർത്തനമാണ് ഖുറൈശികളിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാകുന്നത്. ഈ സമയത്താണ് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസം എന്ന രൂപത്തിൽ, പ്രവാചകന്റെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് എന്ന രൂപത്തിൽ പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന രണ്ട് സംഭവങ്ങളാണ് ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത്. തുല്യതയില്ലാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ആദരവ് ലഭിച്ചിരിക്കുന്ന ഒരു ദിവസം തന്നെയാണ് ഈ ഇസ്രാ മിഅ്റാജിന്റെ ദിവസം എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഇസ്രാ മിഅ്റാജ് എന്നാ നടന്നത്? ചരിത്രത്തിലോ നമുക്ക് എവിടെയും ഉറപ്പിച്ചു പറയാൻ പറ്റിയ രൂപത്തിലുള്ള മാസത്തിന്റെയോ ദിവസത്തിന്റെയോ ഡേറ്റുകൾ നമുക്ക് കാണാൻ കഴിയില്ല. അത് റബീഉൽ അവൽ മാസത്തിലാണ്, ശവ്വാൽ മാസത്തിലാണ്, റജബ് മാസത്തിലാണ്, റമദാൻ മാസത്തിലാണ് എന്ന് തുടങ്ങിയിരിക്കുന്ന ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. ഇനി ഏതു ദിവസമാണെങ്കിലും ശരി, ആ ദിവസത്തിന് എന്തെങ്കിലും ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് സഹാബത്തിന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഏതെങ്കിലും രൂപത്തിലുള്ള വല്ല ഇബാദത്തുകളും പ്രത്യേകമായി നിർവഹിക്കേണ്ടതുണ്ടായിരുന്നുവെങ്കിൽ അതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ജീവിതത്തിലൂടെ സഹാബത്തിന് അത് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. രണ്ടുമില്ല. പറഞ്ഞു വരുന്നത്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന വലിയ രണ്ട് സംഭവങ്ങളാണ് ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്ർ ഇസ്മായിലിന്റെ ആ സമയത്താണ് അവിടെയാണ് എന്നും അതല്ല ഉമ്മുഹാനിയുടെ വീട്ടിലാണ് എന്നും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരികയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം പിളർന്നുകൊണ്ട്, പ്രവാചകന്റെ നെഞ്ചു പിളർന്നുകൊണ്ട് ഹൃദയം ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന രണ്ടാമത്തെ ഒരു പ്രവണതയൊക്കെ ചരിത്രത്തിൽ സ്വഹിയായിരിക്കുന്ന രൂപത്തിൽ ഉദ്ധരിക്കപ്പെടുന്ന നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ബുറാഖ് എന്ന് പറയുന്ന ഒരു വാഹനത്തെ കൊണ്ടുവരുന്നുണ്ട്. വിശാലമായിരിക്കുന്ന ചരിത്രമാണ്, ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ വിശദീകരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. ബുറാഖ് എന്ന് പറയുന്ന വാഹനം കൊണ്ടുവരപ്പെട്ടു. പ്രവാചകൻ അതിന്റെ രൂപത്തെ പോലും പറയുന്നുണ്ട്. വെള്ള നിറത്തിലുള്ള ഒരു മൃഗമാണത്. കഴുതയേക്കാൾ അല്പം കൂടിയതും കോവർ കഴുതയേക്കാൾ അല്പം കുറഞ്ഞതുമായിരിക്കുന്ന, വലിപ്പം ചെറുതുമായിരിക്കുന്ന ഒരു മൃഗമാണ്. അതിന്റെ കണ്ണെത്തുന്നിടത്തൊക്കെ അതിന്റെ കാലെത്തുന്ന രൂപത്തിൽ സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു വാഹനമാണ് എന്നാണ്. ആ വാഹനത്തിന്റെ മുകളിൽ കയറാൻ വേണ്ടി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലും ആ വാഹനത്തിലേറിക്കൊണ്ട് മക്കയിൽ നിന്നും അങ്ങകലെയുള്ള അന്നത്തെ കാലത്ത് ഒരു മാസക്കാലത്തെ വഴി ദൂരം, ഒരു മാസക്കാലം സഞ്ചരിച്ചാൽ മാത്രം എത്തിപ്പെടാവുന്ന ബൈത്തുൽ മുഖദ്ദസ്, ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര പോവുകയുണ്ടായി. ഒരിക്കലും ഊഹിക്കാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള ഒരു യാത്രയാണ്. ഒരു മാസക്കാലം യാത്ര ചെയ്താൽ മാത്രം അങ്ങോട്ടേക്ക് എത്താവുന്ന ആ ഒരു യാത്ര പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയുടെ ഏതാനും സമയങ്ങൾ കൊണ്ട് അവിടെ എത്തിച്ചേർന്നു എന്ന് മാത്രമല്ല, അവിടെ വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അമ്പിയാക്കന്മാർ തങ്ങളുടെ വാഹനത്തെ ബന്ധിക്കാറുള്ള ഒരു സ്ഥലത്ത് ഈ ബുറാഖിനെ ഞാനും ബന്ധിക്കുകയുണ്ടായി. എന്നിട്ട് മരണപ്പെട്ടു പോയിരിക്കുന്ന അമ്പിയാക്കന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ ഒരു മുഅ്ജിസത്ത് എന്നോണം ജീവൻ നൽകി 2 റക്അത്ത് അവർക്ക് ഇമാമായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുകയും ചെയ്തു. അതങ്ങനെ അല്ലാഹു അഅലം, നമുക്കറിയില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന, കളവ് പറയാത്ത ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അമ്പിയാക്കന്മാർക്ക് ഇമാമായിക്കൊണ്ട് ആ ബൈത്തുൽ മുഖദ്ദസിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവസരം നൽകുകയുണ്ടായി. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറ്റമ്പിയാക്കന്മാരുടെ കൂട്ടത്തിൽ നിന്നുള്ള സ്ഥാനവും ആദരവുമാണ് സൂചിപ്പിക്കുന്നത് എന്ന് ഉലമാക്കൾ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ അവിടെ വെച്ചുകൊണ്ട് പിന്നീട് മിഅ്റാജ് കൊണ്ടുവരപ്പെട്ടു എന്നാണ്. എന്ന് പറഞ്ഞാൽ ആകാശത്തേക്ക് കയറി പോകാൻ പറ്റിയിരിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന ഒരു സംഗതി. അതെന്താണെന്നറിയില്ല. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൊണ്ട് ആ ആകാശത്തേക്ക് കയറി പോവുകയുണ്ടായി എന്നാണ്.
വിശാലമായിരിക്കുന്ന ഹദീസിൽ, സ്വഹീഹായിരിക്കുന്ന, ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത ഹദീസിൽ വളരെ വിശാലമായിക്കൊണ്ടത് വിശദീകരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വാനലോകത്തേക്ക് കയറിപ്പോയി. ഒന്നാം ആകാശത്തേക്ക് എത്തിയ സമയത്ത് അതിന്റെ കവാടത്തിൽ വെച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അനുവാദം ചോദിക്കുന്നുണ്ട് പ്രവേശിക്കാൻ വേണ്ടി. അദ്ദേഹത്തിന് അനുവാദം നൽകുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, കൂടെ ആരാണ്? മൻ മഅക്, താങ്കളുടെ കൂടെ ആരാണ്? ഈ സമയത്ത് പറയുന്നുണ്ട്, എന്റെ കൂടെയുള്ളത് മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടു. അവിടെ അതാ ആദിമപിതാവായിരിക്കുന്ന, മനുഷ്യപിതാവായിരിക്കുന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവനോടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. എങ്ങനെ? അല്ലാഹു അഅലം, നമുക്കറിയില്ല. പിന്നീട് രണ്ടാം ആകാശത്തേക്ക് കയറിപ്പോയി. അവിടെ വെച്ചുകൊണ്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കാണുന്നുണ്ട്. മൂന്നാം ആകാശത്ത് വെച്ചുകൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്നുണ്ട്. നാലാം ആകാശത്ത് വെച്ചുകൊണ്ട് ഇദ്രീസ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്നുണ്ട്. അഞ്ചാം ആകാശത്ത് ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും, ആറാം ആകാശത്ത് വെച്ചുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും, ഏഴാം ആകാശത്ത് വെച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കണ്ടു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് പരിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, സ്വഹീഹായിരിക്കുന്ന ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. നമ്മൾ വിശ്വസിക്കൽ നിർബന്ധമാണ്. ഉടലോടെയായിരുന്നു, കേവലം ഒരു സ്വപ്നത്തിലൂടെയുള്ള യാത്രയായിരുന്നില്ല. പരിശുദ്ധ ഖുർആൻ ആമുഖമായി ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിച്ച സൂറത്തുൽ ഇസ്രാഇന്റെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറകനാ ഹൗല. ബർക്കത്തുകൾ നിറഞ്ഞ, അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്ന മസ്ജിദുൽ അഖ്സയിലേക്ക്, ഹറമിൽ നിന്ന്, മസ്ജിദുൽ ഹറാമിൽ നിന്ന് തന്റെ അടിമയെയും കൊണ്ട്, ബിഅബ്ദിഹി എന്ന പദപ്രയോഗത്തിലൂടെ മുഫ്സിരീങ്ങൾ പറയുന്നുണ്ട്, കേവലമാകുന്ന സ്വപ്നദർശനമായിരുന്നില്ല അത്. അടിമയെയും കൊണ്ട് രാപ്രയാണം നടത്തിയവൻ എത്ര പരിശുദ്ധനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. എന്തിനു വേണ്ടി? ലിനുരിയഹു മിൻ ആയാതിന, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, ഒരുപാട് ആയത്തുകൾ കാണിക്കാൻ വേണ്ടി. അതെ, ആ യാത്രയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് ആയത്തുകൾ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നേരിട്ട് കാണുകയുണ്ടായി. സ്വർഗം കാണുകയുണ്ടായി, സ്വർഗത്തിലെ സുഖങ്ങൾ, സൗകര്യങ്ങൾ കാണുകയുണ്ടായി, നരകം കാണിക്കപ്പെടുകയുണ്ടായി, നരകത്തിൽ അനുഭവിക്കുന്ന ശിക്ഷകൾ കാണുകയുണ്ടായി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സാന്നിധ്യം കാണുകയുണ്ടായി. അല്ലാഹുവിനെ കണ്ടതല്ല, അള്ളാഹുവിന്റെ സാമീപ്യം അദ്ദേഹം ആസ്വദിക്കുകയുണ്ടായി. നേരിട്ട് പ്രവാചകന്മാരായിരിക്കുന്ന ആളുകളെ ജീവനോടെ കാണുകയുണ്ടായി. ഇങ്ങനെ ഒരുപാട് കാണാൻ സാധിക്കും. ഇതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല ഈ വിഷമഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയൊരു ആശ്വാസം എന്ന നിലയ്ക്ക് ഇല്ല. ആരു തന്നെ എതിരായിരുന്നാലും, അതുപോലെ തന്നെ ചുറ്റുപാടത്തം തന്നെ തനിക്ക് എതിരായിരുന്നാലും, ആരെല്ലാം തനിക്കെതിരെ പ്രവർത്തിച്ചാലും ശരി, സംരക്ഷകനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആ റബ്ബ് തന്നെ തന്റെ കൂടെയുണ്ട് എന്ന അങ്ങേയറ്റത്തെ ആശ്വാസത്തിൻ്റെതായിരിക്കുന്ന സന്ദേശം നൽകുകയായിരുന്നു പ്രധാനമായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്രാ മിഅ്റാജ് യാത്രയുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ അവിടെ വെച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ ഉമ്മത്തിന് ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള, റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 5 നേരത്തെ നിസ്കാരത്തിന്റെ നിർബന്ധമാക്കുക എന്നുള്ള പ്രവർത്തനം നടന്നത് ആ യാത്രയിലായിരുന്നു എന്നാണ്. നോമ്പും സക്കാത്തും ദിക്റുകളും ദുആകളും മറ്റുള്ള ഒരുപാട് ഇബാദാത്തുകളെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് നൽകിയത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ടായിരുന്നു. എന്നാൽ അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്മാനമാകുന്ന ഈ 5 നേരത്തെ നിസ്കാരം നിർബന്ധമാക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ അങ്ങോട്ടേക്ക് വിളിക്കുകയായിരുന്നു. ജിബ്രീലിന്റെ സാന്നിധ്യമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ 5 നേരത്തെ നിസ്കാരം നിർബന്ധമാക്കിയത്. അതുതന്നെ 50 വക്ത് നിസ്കാരമായിരുന്നു. 6-ാം ആകാശത്ത് മടങ്ങി വരുന്ന വഴിയിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിർദ്ദേശപ്രകാരം പലപ്പോഴായി അള്ളാഹുലേക്ക് മടങ്ങി ചെന്നുകൊണ്ട് തന്റെ ഉമ്മത്തിനത് പ്രയാസമായിരിക്കും, അതുകൊണ്ട് കുറച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് 5 നേരത്തെ നിസ്കാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുറച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, 5 വക്ത് നമസ്കാരമാണെങ്കിലും അത് 50ന്റെ പ്രതിഫലമുണ്ട് എന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പു തരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഉമ്മത്തിന് നൽകിയിരിക്കുന്ന വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വിദഗ്ധകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് യഥാർത്ഥമായിരിക്കുന്ന പ്രമാണങ്ങളിലേക്ക് മടങ്ങി വിശ്വാസികളായിരിക്കുന്ന ആളുകൾ പഠിക്കേണ്ടുന്ന ഒരുപാട് പാഠങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഇസ്രാ മിഅ്റാജ് യാത്ര കഴിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രാത്രിയിൽ തന്നെ തിരികെ എത്തിയതിനു ശേഷം നേരം പുലർന്നപ്പോ മക്കാ നിവാസികളായിരിക്കുന്ന ധിക്കാരികളായിരിക്കുന്ന ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അബൂജഹലിനെ പോലെയുള്ള ആളുകളൊക്കെ, അല്ല മുഹമ്മദ്, ഇന്ന് വല്ല പുതിയതും ഉണ്ടായിട്ടില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇന്ന് പുതിയ വർത്താനൊന്നുമില്ലേ എന്ന് ചോദിക്കാൻ, കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേ ഉണ്ട്. ഇന്നലെ രാത്രി ഞാൻ ഇവിടെ നിന്ന് മസ്ജിദുൽ ഹറമിൽ നിന്ന് അങ്ങകലയുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഞാൻ യാത്ര പോയി തിരികെ വരികയുണ്ടായി എന്ന് പറഞ്ഞപ്പം സാമാന്യമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ അതിനേക്കാളുപരി കുഫാർ മുശ്രിക്കായിരിക്കുന്ന അബൂജഹൽ കളിയാക്കുകയുണ്ടായി, അല്ല മുഹമ്മദ് നിനക്ക് വട്ടായി പോയോന്ന്. നഊദു ബില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
അദ്ദേഹം പറയുന്നുണ്ട്, എന്നോട് ഈ പറഞ്ഞ വർത്താനം നീ മറ്റുള്ളവരോട് പറയോ, നിന്റെ ജനതയോട് പറയോ? അദ്ദേഹത്തിന്റെ ആളുകളൊക്കെ വിളിച്ചു കൂട്ടുന്നുണ്ട്. മുത്തഈം ഇബ്നു അദീയെയും അംർ ഇബ്നു ഹിശാമിനെയും വലീദ് ഇബ്നു മുഗീറയെ പോലെയുള്ള ആളുകളൊക്കെ കുഫാരികളുടെ നേതാക്കന്മാരായിരിക്കുന്ന ആളുകൾ വിളിച്ചു കൂട്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, എന്നോട് പറഞ്ഞത് നീ ഇവരോടും കൂടെ പറയുക. പ്രവാചകൻ പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ മസ്ജിദുൽ ഹറമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിൽ പോയി തിരികെ വരികയുണ്ടായി എന്ന്. അവർക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുവരെ അവിടേക്ക് യാത്ര പോയിട്ടില്ല, ബൈത്തുൽ മുഖദ്ദസ് കണ്ടിട്ടില്ല. കണ്ടവരായിരിക്കുന്ന ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ബൈത്തുൽ മുഖദ്ദസ് കണ്ടു എന്നല്ലേ നീ പറയുന്നത്? എങ്കിൽ അത് എങ്ങനെയാണ്, എത്ര തൂണുകളുണ്ട്, എങ്ങനെയൊക്കെയാണ് അതിന്റെ രീതി, എങ്ങനെയാണ് വാതില് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കാണാൻ സാധിക്കും. പ്രവാചകൻ ഒന്ന് പതറിപ്പോയി എന്നാണ്, ബേജാറായിപ്പോയി. പക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രവാചകന് ഓരോന്നും നോക്കി പറയാൻ പറ്റുന്ന രൂപത്തിൽ ബൈത്തുൽ മുഖദ്ദസിനെ ദർശിപ്പിച്ചു കൊടുക്കേണ്ടായി, കാണിച്ചു കൊടുക്കേണ്ടായി. പ്രവാചകൻ ഓരോന്നും പറഞ്ഞു. കണ്ടവർ ആശ്ചര്യപ്പെട്ടു. എന്നിട്ടും വിശ്വാസം വരാതെ അവർ പറഞ്ഞു, സിറിയയിൽ നിന്നും മടങ്ങി വരുന്ന തങ്ങളുടെ കച്ചവട സംഘത്തെ കുറിച്ച് അവരെവിടെ എത്തിയിട്ടുണ്ട്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോന്നും പറഞ്ഞു, അതെ ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, ഇത്ര ദിവസമാകുമ്പോഴേക്കും അവർ ഇവിടെ എത്തും. പറഞ്ഞതുപോലെ ഓരോന്നും പുലരുന്നു. പക്ഷേ വിശ്വസിക്കാൻ അവർക്ക് തരമില്ല. ഈ സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു പ്രഖ്യാപനം, ഈ ഒരു സംസാരം ജനങ്ങൾക്കിടയിൽ വ്യാപിക്കുകയും വിശ്വാസികളായിരിക്കുന്ന ആളുകൾക്ക് പോലും അല്പം പ്രയാസമുണ്ടാകുന്ന രൂപത്തിലെത്തി. വിശ്വാസം ഉറച്ചിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം സത്യനിഷേധികളായിരിക്കുന്ന കുഫാറുകൾ ഏറ്റവും അടുത്ത സഹയാത്രികനായിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമീപിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിന്റെ സഹോദരൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, നീ എന്തു പറയുന്നു? അവിടെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു സ്വീകരിച്ചിരിക്കുന്ന നിലപാട്, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഏതു സമയത്തും നാം സ്വീകരിക്കണം നിലപാടാണ്. ഇസ്രാ മിറാജിന്റെ ചരിത്രം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠമെന്ന് പറയുന്നത് മഹാനായിരിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഈ വിഷയത്തിലെടുത്ത നിലപാടാണ് നാം പഠിക്കേണ്ട പാഠവും പകർത്തേണ്ട പാഠമുള്ളത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അന്ധമായിട്ട് പ്രവാചകൻ പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുകയല്ലേ ചെയ്തത്. നേരെ മറിച്ച് അവരോട് ചോദിക്കുന്നു, എന്റെ പ്രവാചകൻ അങ്ങനെ പറഞ്ഞോ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞോ? അവർ പറഞ്ഞിട്ടുണ്ട്, അതിന് സാക്ഷി അതാ ഇവരെല്ലാവരും കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പ്രവാചകൻ പറഞ്ഞു എന്ന് ഉറപ്പുവരുത്തുകയാണ് ആദ്യം ചെയ്തത്. നമ്മളും ചെയ്യേണ്ടത് അങ്ങനെ തന്നെയാണ്. ഈ ദീനിൽ ഏതെങ്കിലും ഒരു കാര്യം ആരെങ്കിലും പറയുന്നു വലിയ പുണ്യമുള്ള വിഷയമാണ്, ഉദാഹരണമായി ഈ പറയപ്പെട്ടതുപോലെ മിറാജിന്റെ നോമ്പിനെ കുറിച്ച് പറയുന്നു, അതിൽ 60 മാസത്തെ പ്രതിഫലം നൽകപ്പെടുന്ന നോമ്പാണ് ഈ മിറാജിന്റെ അഥവാ നാളെയുടെ നോമ്പ്. ആരെങ്കിലും നോക്കുകയാണെങ്കിൽ 60 മാസം നോമ്പനുഷ്ഠിച്ചതിന്റെ പ്രതിഫലം കിട്ടുമെന്ന് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മന്ദമായി സ്വീകരിക്കല്ല. മഹാനായി അബൂബക്കർ റളിയല്ലാഹു അൻഹു സൂചിപ്പിച്ചതുപോലെ തന്നെ ചോദിക്കുന്നു, ഇത് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ കാലത്ത് ആരോടാ ചോദിക്കുക? അതേ പ്രമാണങ്ങൾ ചോദിക്കാം. പ്രവാചകൻ പറഞ്ഞോ? ഉണ്ടെങ്കിൽ അത് ഹദീസിലില്ലേ? ആ ഹദീസ് സഹിയാണോ? അതിന്റെ അർത്ഥവും ആശയം ഇങ്ങനെ തന്നെയാണോ? സഹാബത്ത് മനസ്സിലാക്കിയിട്ടുണ്ടോ? അവരനുഷ്ഠിച്ചിട്ടുണ്ടോ? ചോദ്യമുണ്ടാവണം. അതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചത്. ഇവരോട് ചോദിക്കുന്നു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കേട്ടോ? അവർ പറഞ്ഞു, ഞങ്ങളൊക്കെ സാക്ഷിയാണ്. ഈ സമയത്ത് പറഞ്ഞു, എങ്കിൽ ഞാനത് വിശ്വസിച്ചിരിക്കുന്നു എന്നാണ്. നോക്കണം നിങ്ങൾ, യാതൊരു ബുദ്ധിപരമായി ചിന്തിക്കുകയാണെങ്കിൽ ഒരു ലോജിക്കുമില്ലാതെ 1 മാസക്കാലം വഴി ദൂരം അങ്ങോട്ടേക്ക് സഞ്ചരിക്കാൻ, വൺ സൈഡ് 1 മാസം സഞ്ചരിക്കണം എന്ന ആ സ്ഥലത്തേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ പോയി തിരികെ വന്നു എന്ന് പറഞ്ഞപ്പം അത് വിശ്വസിക്കാൻ മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. കാരണം പ്രവാചകൻ കള്ളം പറയാത്തവനാണ്. ആകാശലോകത്തും നിരന്തരമായി അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വഹി ലഭിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഇത്ര സില്ലിയായിരിക്കുന്ന കേസാണിത്. കാരണം ദിനേന ആകാശമൊന്നും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് സന്ദേശം കിട്ടുന്നു എന്ന് വിശ്വസിക്കുന്ന എനിക്ക് പ്രവാചകനോടെ പോയി തിരിച്ചു വന്നു എന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമല്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളും അങ്ങനെ തന്നെയാണ്. ഇന്ന് പലപ്പോഴും ഹദീസുകളെ തള്ളുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. മുസ്ലിം ലോകത്ത് മുസ്ലിമാണെന്ന് പറയുന്നു, അഹ്ലു സുന്നത്തിന്റെ വക്താക്കളാണെന്ന് പറയുന്നു, ഞങ്ങളാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹദീസുകളിൽ വന്നിരിക്കുന്ന അതിന്റെ ആശയവും അതിന്റെ അർത്ഥവും തങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇക്കാലഘട്ടത്തിന് യോജിച്ചതല്ല, ഇതൊരിക്കലും ശരിയല്ല. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ 9ാമത്തെ വയസ്സിൽ വീട് കൂടി 6ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. ബുഖാരി പറഞ്ഞാലും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റൂല, അത് ശരിയാവൂല എന്നാണ്. വിശുദ്ധ ഖുർആൻ പറയുന്ന വാക്കുകൾ പലപ്പോഴും മുഅ്ജിസത്തായി അറിയപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവിടെയാണ് മഹാനായി അബൂബക്കർ റളിയല്ലാഹു തആല സ്വീകരിച്ചിരിക്കുന്ന ആ ഒരു മാർഗം നമ്മൾ സ്വീകരിക്കേണ്ടത്. നമ്മുടെ ബുദ്ധിയല്ല പ്രമാണത്തിന്റെ മാനദണ്ഡം. നേരെ മറിച്ച് പരിശുദ്ധ ഖുർആൻ, തിരു ഹദീസ്, സഹിയായിരിക്കുന്ന ഹദീസിൽ വന്നിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾക്കും ബുദ്ധിയെ പണയം വെക്കുക എന്നുള്ളത് വിശ്വാസിയുടെ നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. നമുക്കൊരു പക്ഷേ മനസ്സിലാക്കുന്ന അല്ലാഹു അഅലം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അതിൽ വിശ്വസിക്കുന്ന നിർബന്ധമാണ്. സമഅനാ വഅതഅനാ എന്നാണ്. സഹോദരങ്ങളെ, അവിടെ വെച്ചുകൊണ്ടാണ്
അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു സിദ്ദീഖ് എന്നുള്ള പേര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത് എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങളെ ഒന്ന് അന്വേഷിക്കണം. പ്രവാചകൻ പറഞ്ഞോ, സുന്നത്തിൽ പെട്ടതാണോ, അർത്ഥം ഇത് തന്നെയാണോ, ആശയം ഇത് തന്നെയാണോ, സഹാബത്തിന് പരിചയമുണ്ടോ എന്ന് അന്വേഷണം വേണം. ആണെന്ന് ബോധ്യപ്പെട്ടാൽ എല്ലാ തരത്തിലുള്ള ചിന്തകളും മാറ്റിവെച്ചുകൊണ്ട് അതിന് വിധേയപ്പെടുക എന്നുള്ളതാണ് നാം സ്വീകരിക്കേണ്ടുന്ന ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും ഒക്കെ കഥകൾ കേൾക്കുമ്പോൾ, ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ടത് അങ്ങനെയാണ്. വിശ്വാസരംഗത്ത് ഇത് സ്വീകരിക്കാൻ, ജീവിതത്തിൽ പകർത്താൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടോ എന്ന് നോക്കുക. നമുക്ക് ഇപ്പോഴും അങ്ങനെ ഉണ്ടാവുമോ? അത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ് പലരും പറയുന്നത് അത് ഉറക്കത്തിലാണ്. പ്രവാചകൻ നേരിട്ടല്ല, സൃഷ്ടാവായിരിക്കുന്ന ആകാശഭൂമികളെ സൃഷ്ടിച്ചിരിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല തന്റെ സൃഷ്ടിയായിരിക്കുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രാത്രിയുടെ ഒരൽപ്പ സമയം കൊണ്ട്, ഏതാനും സമയങ്ങൾ കൊണ്ട് അവിടേക്ക് എത്തിച്ചു എന്ന് വിശ്വസിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല എങ്കിൽ നമ്മൾ നിഷേധിക്കുന്നത് കേവലമാകുന്ന യാത്രയെ മാത്രമല്ല, അള്ളാഹുവിന്റെ ഖദറിനെയാണ്, അള്ളാഹുവിന്റെ ഖുവ്വത്തിനെയാണ്. അല്ലേ? റബ്ബിന് അതിനൊന്നും കഴിയില്ല, അള്ളാഹ്ക്ക് അതിനൊന്നും കഴിയില്ല എന്നാണ്. ഇതൊക്കെ നിങ്ങൾ അടിച്ചു വീശുന്ന കാറ്റിന്റെ സ്പീഡുകളെ കുറിച്ചൊക്കെ നമ്മൾക്ക് അറിയാറുണ്ട്. മനുഷ്യനിർമ്മിതമായിരിക്കുന്ന റോക്കറ്റുകളുടെ വേഗതയത്തെ എന്ന് നമുക്കൊക്കെ അറിയാം. ഇത്ര വേഗതയിൽ റോക്കറ്റ് സഞ്ചരിക്കോ, വിമാനം സഞ്ചരിക്കോ, വിശ്വസിക്കാൻ നമുക്ക് ഒരിക്കലും പ്രയാസമല്ല. എന്നാൽ അള്ളാഹു പറഞ്ഞയച്ചിരിക്കുന്ന ബുറാക്കിന് ഇത്ര സ്പീഡ് സഞ്ചരിക്കാൻ പറ്റുമോ? അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെയാണ് നമ്മുടെ വിശ്വാസം എവിടെ നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടത്. പ്രിയപ്പെട്ടവരതുകൊണ്ട് ഇസ്രായിന്റെയും മിഅ്റാജിന്റെയും ചരിത്രം കേൾക്കുമ്പോൾ ഇല്ലാത്ത ബിദ്അത്തുകൾ പാഞ്ഞു കയറുന്നതിന് മുമ്പ് നമ്മൾ നിർബന്ധമായും വിശ്വസിക്കേണ്ടുന്ന, ഉൾക്കൊള്ളേണ്ടുന്ന ഇത്തരം കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ഇസ്ലാമിന് വിധേയപ്പെടാൻ വേണ്ടി, അള്ളാഹുവിന് സമർപ്പിക്കാൻ വേണ്ടി തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് നുസല്ലി വനുസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. ഇത്തഖുല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, റജബ് 26, നാളെ 27. പലപ്പോഴും മുസ്ലിം സമുദായത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും വലിയ വിദഅത്തുകൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു ദിവസം കൂടെയാണ്. പറഞ്ഞതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാ മിഅ്റാജ് നടന്ന രാത്രിയാണ്. അതുകൊണ്ട് വലിയ പുണ്യമുണ്ട്. അതുകൊണ്ട് കാര്യമായി തന്നെ ആ വിഷയത്തിൽ ഇടപെടണം. സുന്നത്തായിരിക്കുന്ന നിസ്കാരങ്ങൾ പലതുമുണ്ട്. റജബുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിദഅത്തുകൾ നമുക്ക് കാണാൻ കഴിയും. റജബിന്റെ വരവിനെ അറിയിക്കുന്ന ആദ്യത്തെ ആൾ നരകത്ത് പ്രവേശിക്കൂല എന്നുണ്ടാവും. ഒന്നാമത്തെ ജുമഅക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. റജബ് മാസത്തിലായിരിക്കും പലപ്പോഴും നിങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ വീട് കയറി താമസിക്കൽ റജബ് മാസത്തിലായിരിക്കും ഉണ്ടാവുക. വീടിന്റെ പണി തുടങ്ങൽ റജബ് മാസത്തിലായിരിക്കും ഉണ്ടാവുക. അതിന് പുറത്ത് വല്ലാതെ ഒരു ബർക്കത്തുണ്ട് എന്ന് വിശ്വസിക്കാൻ. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞതുപോലെ തന്നെ റജബ് 27 അന്നങ്ങാരം നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ 60 മാസക്കാലത്തെ പുണ്യം കിട്ടുന്നതാണ്. സംഗതി ഉഷാറാണ്. കിട്ടുകയാണെങ്കിൽ വലിയ ഖൈർ തന്നെയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അനുഷ്ഠിക്കുക തന്നെ വേണം. പക്ഷേ പ്രമാണങ്ങൾ നമുക്കതൊന്നും കാണാൻ കഴിയില്ല. ഇസ്ലാമിൽ ഏതൊരു ഇബാദത്തും ഇബാദത്തായി തീരണം എന്നുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആനും തിരു ഹദീസുകളിലും ഉണ്ടാവണം എന്നാണ്. പക്ഷേ ദൗർഭാഗ്യകരമായി അല്ലെങ്കിൽ അത് കാണാൻ സാധിക്കൂല. അതുമായി ബന്ധപ്പെട്ട റജബുമായി ബന്ധപ്പെട്ടുകൊണ്ടുന്ന ഏതെങ്കിലും റിവായത്തുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ലഈഫോ അല്ലെങ്കിൽ മൗദൂഅോ, എന്നാൽ അങ്ങേയറ്റത്തെ ദുർബലമോ അല്ലെങ്കിൽ കെട്ടിച്ചമച്ചതോ ആയിരിക്കുന്ന റിവായത്തുകൾ മാത്രമാണ് റജബുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. ഇത് എല്ലാ മദ്ഹബിന്റെയും ഇമാമുകളുടെ ഖൗലുകളൊക്കെ നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും. ഏതാണെങ്കിലും ആ വിഷയം വളരെ ഗൗരവത്തോടെ കാണണം. എന്നാലും ഇപ്പം നോമ്പ് എന്ന് പറഞ്ഞാൽ കൂലിയിട്ടുന്ന വിഷയമല്ലേ എന്നാണ്. നോമ്പ് വെക്കുകയാണെങ്കിൽ കൂലിയിട്ടാൻ വേണ്ടിയിട്ടാണ് നോമ്പ് വെക്കുന്നെങ്കിൽ വ്യാഴാഴ്ച നോമ്പ് വെക്കാം, തിങ്കളാഴ്ച നോമ്പ് വെക്കാം. എല്ലാ മാസവും അയ്യാമുൽ ബീദിന്റെ ദിവസങ്ങളുണ്ട്, 3 ദിവസം, 13, 14, 15 ദിവസങ്ങൾ. ഒരു മാസത്തിൽ എത്ര നോമ്പ് സുന്നത്തായിരിക്കും നോമ്പ് വെക്കാൻ പറ്റുമെന്നറിയോ? ഈ അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടും അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടതായിരിക്കെ തന്നെ അതൊന്നും നിർവഹിക്കപ്പെടാതെ ഒരടിസ്ഥാനവുമില്ലാത്ത ഉലമാക്കൾ ബിദ്അത്താണ് എന്ന് പറഞ്ഞിരിക്കുന്ന, ബിദ്അത്ത് നരകത്തിലേക്ക് എത്തിക്കുന്നതാണ് എന്ന മുന്നറിയിപ്പ് പ്രവാചകൻ നൽകിയിരിക്കുന്ന അത്തരം ബിദ്അത്തുകളുള്ള സമീപനം വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിക്കുക, സുന്നത്തിന് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാം. രണ്ടാമത്തെ ഒരു കാര്യം, ഒന്നാമത് പറഞ്ഞു, പ്രമാണങ്ങൾ സ്വീകരിക്കുന്നിടത്ത് വിശ്വാസം സ്വീകരിക്കേണ്ടെന്ന നിലപാടാണ് ഇസ്രാ മിഅ്റാജിന്റെ ചരിത്രത്തിൽ പ്രധാനമായും ഉൾക്കൊള്ളാനുള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ചതുപോലെ പ്രവാചകൻ പറഞ്ഞോ എന്ന് അന്വേഷിക്കുക, പറഞ്ഞു എന്ന് ബോധ്യപ്പെട്ടാൽ തന്റെ ബുദ്ധി കൊണ്ട് അളന്നു നോക്കാതെ പരിപൂർണമായും അതിന് വിധേയപ്പെടുക എന്നുള്ളതാണ് നാം നിർവഹിക്കപ്പെടുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, മിഅ്റാജിന്റെ രാത്രിയിലാണല്ലോ 5 നേരത്തെ നിസ്കാരം നിർബന്ധമാക്കിയുള്ളത്. അത് ആർക്കും തർക്കമില്ലാത്ത സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ഈ അവസാന ഉമ്മത്തിന് ഏറ്റവും വലിയ സമ്മാനമായി നൽകിയിരിക്കുന്ന 5 നേരത്തെ നിസ്കാരം, അത് പ്രവാചകനെ അങ്ങോട്ടേക്ക് വിളിച്ചിട്ടാണ്. നമുക്കറിയാലോ, ചില അവാർഡുകളൊക്കെ നൽകാൻ വേണ്ടി
ആ ഭരണകൂടത്തിന്റെ ഏറ്റവും ഉന്നത സ്ഥാനീയനായിരിക്കുന്ന ആളുകളുടെ അടുക്കലേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ അല്ലെ, പത്മശ്രീ പോലെയുള്ള പത്മഭൂഷൺ പോലെയുള്ള ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു കടലാസ് പേപ്പറാണ്. പക്ഷെ അത് കിട്ടിയവനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിചാരിക്കുന്ന വലിയ എന്തോ സംഭവം എന്നാണ്. ഇത് സിട്ടാവായിരിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തിന്, ഈ ഉമ്മത്തിന് നൽകാൻ ഏറ്റവും വലിയ സമ്മാനം നൽകാൻ വേണ്ടി അങ്ങോട്ടേക്ക് പ്രവാചകനെ വിളിച്ചു. അവിടെ വെച്ചുകൊണ്ട് നിർബന്ധമാക്കിയിരിക്കുന്ന കാര്യമാണ് പ്രവാചകന്റെ ആ സമ്മാനത്തെ. നമുക്കറിയാലോ, ഒരാൾക്ക് സമ്മാനം കിട്ടി അതിന്റെ ഒരു പകത്ത് ഒരു ഭാഗം നമുക്കൂടെ കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഈ ഉമ്മത്ത് അത് സ്വീകരിക്കാൻ നിർബന്ധിതനാണ്. ഞാനും നിങ്ങളുമൊക്കെ ആ പ്രവാചകൻ അല്ലാഹു നൽകിയിരിക്കുന്ന, ഈ ഉമ്മത്തിന് നൽകിയിരിക്കുന്ന സമ്മാനം സ്വീകരിച്ച്, നമുക്കറിയാലോ, ഒരു ഫലകം കിട്ടുകയാണെങ്കിൽ അവിടെ തോടച്ച് മിനുക്കി നമ്മുടെ ഷോക്കേസുകളിൽ ഇങ്ങനെ എല്ലാവരും കാണുന്ന രൂപത്തിൽ വെക്കും. എന്തെങ്കിലും മെച്ചമുണ്ടോ? എന്തെങ്കിലും ഒരു അവാർഡ് നമ്മളെ വീട്ടിൽ ഇങ്ങനെ തൂക്കി വെച്ചോണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടോ? ഒന്നുമില്ല. പക്ഷെ ഇവിടെയാണ് അള്ളാഹു നൽകിയിരിക്കുന്ന ഈ ഒരു സമ്മാനം ജീവിതത്തിൽ സദാസമയത്തും കൊണ്ടു നടക്കാൻ, അതിന്റെ ആളുകളാണ് ഞാനെന്ന് പറയാൻ, അവിടെയാണ് ഞാനും നിങ്ങളുമൊക്കെ ഇസ്സത്ത് കാണിക്കേണ്ടത്. അതുകൊണ്ട് മിഅ്റാജിന്റെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുമ്പം നമ്മൾ എടുക്കേണ്ട തീരുമാനം, ജീവിതത്തിൽ ഏതു ഘട്ടത്തിലും നിർബന്ധമായിരിക്കുന്ന നിസ്കാരത്തിൽ ഒരല്പം പോലും വിട്ടുവീഴ്ച ഞാൻ കാണിക്കുകയില്ല എന്നുള്ള ദൃഢനിശ്ചയം നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഈ മാസം ഈ പറയപ്പെട്ടതുപോലെ തന്നെ ഉണ്ടോ, റജബ് 27 അന്ന് നോമ്പ് നോക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ നോമ്പ് നോക്കുന്നു പറഞ്ഞല്ലോ. നമ്മൾ ഇത്തരം ആളുകളുടെ 5 നേരത്തെ നിസ്കാരത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുക. നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളെ കുറിച്ച് മാത്രം ആലോചിക്കുക. നിങ്ങൾ നിർബന്ധമായിരിക്കുന്ന ഇത്തരം ഇബാദത്തുകൾ ചെയ്യുന്നിടത്ത് ഒരു കണിശതയില്ല, ഒരു ഗൗരവമില്ല. അവിടെയാണ് നാം പഠിക്കേണ്ട രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത്, അള്ളാഹു ഈ മിഅ്റാജിന്റെ രാത്രി നൽകിയിരിക്കുന്ന ആ 5 നേരത്തെ നിസ്കാരത്തെ ജീവിതത്തിന്റെ ഏതു ഘട്ടത്തിലും ഉപേക്ഷിക്കാതെ പുരുഷന്മാരായിരിക്കുന്ന ആളുകൾ ജമാഅത്തോടുകൂടെ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, വിശാലമായിട്ടുള്ളൊരു ചരിത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാലോ. വിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ ലിനുരിയഹു മിൻ ആയാതിനാ എന്നാണ്. ഒട്ടനേകം ദൃഷ്ടാന്തങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ കൊണ്ടുപോയത് എന്നാണ്. അവിടെ വെച്ചുകൊണ്ട് നരകക്കാരായിരിക്കുന്ന പല രൂപത്തിലുള്ള ആളുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കേണ്ടായിരുന്നു. അവരെ കുറിച്ച് നമ്മൾ പഠിക്കണം, അവരെ കുറിച്ച് നമ്മൾ അറിയണം. എന്തുകൊണ്ട് അങ്ങ് ആ ശിക്ഷയ്ക്ക് വിധേയമായി എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. പക്ഷെ ഒരു ഖുത്ബ എന്നുള്ള നിലക്ക് ഈ ചുരുങ്ങിയിരിക്കുന്ന അരമണിക്കൂർ സമയം കൊണ്ട് അതൊന്നും വിശദീകരിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് മറ്റൊരിക്കലാകാം. എന്താണെങ്കിലും ശരി, വിശുദ്ധമായിരിക്കുന്ന റജബ് മാസം പവിത്രമായിരിക്കുന്ന മാസം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൽ ഏതു ദിവസത്തിലും നന്മകൾ ചെയ്യുകയാണെങ്കിൽ അതിന് വലിയ പ്രതിഫലമുണ്ട്. അതുപോലെ തന്നെ ഏറ്റുമുട്ടലുകളും തിന്മകളും ഏതെല്ലാം ഉണ്ടോ എല്ലാം ഒഴിവാക്കുക എന്നുള്ളതും നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. അതൊക്കെയാണ് ഒരു വിശ്വാസി സ്വീകരിക്കേണ്ടത്. വിദ്വത്തുകളിൽ നിന്ന് വിട്ടുന്നുകൊണ്ട് പ്രമാണങ്ങളിലേക്ക് മടങ്ങി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർത്തീകരിച്ചിരിക്കുന്ന ഇസ്ലാമിന്റെ വക്താക്കളായി തീരാൻ വേണ്ടി ശ്രമിക്കുക. അത് പഠിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ അതിന് സാധിക്കുള്ളൂ. ഒഴുക്കിനൊത്ത് നീന്തുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ കുടുങ്ങിപ്പോകും, അപകടങ്ങളിൽ അകപ്പെടുമെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ജാഗ്രത കാണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കുവാനും മരണം വരെ സുന്നത്തനുസരിച്ചുകൊണ്ട് ദീനിൽ ഉറച്ചു നിൽക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ മാനസികവും ശാരീരികവും സാമ്പത്തികമായിരിക്കുന്ന ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പലരും ദുആ കൊണ്ട് വസിയത്ത് നൽകിയവരാണ്. അള്ളാഹുവെ, ഇത്തരം ആളുകൾക്കെല്ലാം അവരുടെ സ്വാലിഹായിരിക്കുന്ന നല്ല ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുകയും വിഷമങ്ങളും പ്രയാസങ്ങളും ദൂരീകരിച്ചു കൊടുത്തുകൊണ്ട് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണം റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയിരിക്കുന്ന വിശ്വാസികളായിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അയ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ തഖബ്ബൽ മിന്നാ